ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. Okay, now we can learn another 3 words and their meanings and how the sentences are made. ആദ്യത്തെ വാക്കാണ് അബ്സോൾവ് എന്ന് പറയുന്നത്. അബ്സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റ് ഓർ പ്രൊനൗൺസ് ഫ്രീ ഫ്രം ബ്ലെയിം ഓർ ഓബ്ലിഗേഷൻ എറ്റ്സെട്ര. ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. ടു ബ്ലെയിം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനാണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന്. ഫ്രീ ഫ്രം ബ്ലെയിം, സെറ്റ് ഫ്രീ ഫ്രം ബ്ലെയിം ഓർ ഓബ്ലിഗേഷൻ, മോചിപ്പിക്കുക. ഏതെങ്കിലും ഒരു കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ വിടുതൽ നൽകുക എന്നൊക്കെയുള്ളതാണ്. സെറ്റ് ഓർ പ്രൊനൗൺസ് ഫ്രീ. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ എന്നുള്ള പ്രഖ്യാപിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്ന അത് വൺ ക്യാൻ ഡു വൺ സെൽഫ് അല്ലെങ്കിൽ അനദർ പേഴ്സൺ ക്യാൻ ഡു ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. വൺ പേഴ്സൺ ക്യാൻ ഡു ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. ഒരാൾക്ക് മറ്റൊരാളുടെ ചെയ്യാം, സ്വയം നമുക്ക് അത് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഞാൻ പറയണം, ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഐ ആം ഫ്രീ ഓഫ് ഓൾ ബ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ഫ്രം ഓൾ ബ്ലെയിംസ് എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ ഐ ക്യാൻ അബ്സോൾവ് മൈസെൽഫ് ഫ്രം certain obligations or responsibilities. അപ്പോൾ അതാണ് ഇവിടുത്തെ അർത്ഥം. സെറ്റ് ഓർ പ്രൊനൗൺസ് ഫ്രീ ഫ്രം ബ്ലെയിം ഓർ ഓബ്ലിഗേഷൻ എന്നുള്ളതാണ്. സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ ആക്കുക, മോചിപ്പിക്കുക. പ്രൊനൗൺസ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക, പ്രഖ്യാപിക്കുക. ഹീസ് ഓർ ഷീസ് നോട്ട് ദാറ്റ് ബ്ലെയിം വർത്തി, കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ he or she does not have that obligation എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഫോമാണ് അബ്സോൾവിങ് എന്ന് പറഞ്ഞാൽ ING ഫോമാണ്. അപ്പോൾ സെൻറ്റൻസ്, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സെൻറ്റൻസസ്. ഷീ ആസ്ക്ഡ് ദ ബിഷപ്പ് ടു അബ്സോൾവ് ഹെർ സിൻസ്. ബിഷപ്പിനോട് പറഞ്ഞ് അവളുടെ തെറ്റുകളിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ. അബ്സോൾവ് ഹെർ സിൻസ്, ടു അബ്സോൾവ് ഹെർ സിൻസ്. സിൻസിനെ പാവങ്ങൾ എന്നുള്ള, തെറ്റുകൾ, പാവങ്ങൾ എന്നൊക്കെ പൊതുവെ ബൈബിളിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിഷപ്പ്. ഷീ ആസ്ക്ഡ് ദ ബിഷപ്പ്, ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു. ടു അബ്സോൾവ് ഹെർ, ടു സെറ്റ് ഫ്രീ ഹെർ ഫ്രം ദ ബ്ലെയിം ഓഫ് സിൻസ് അല്ലെങ്കിൽ സെറ്റ് ഫ്രീ ഫ്രം സിൻസ്, പാപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവൾ പാപം ചെയ്തിട്ടില്ല എന്ന് ഉള്ളൊരവസ്ഥയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ. ദ പാർഡൺ അബ്സോൾവ് ദം ഓഫ് ദ ക്രൈംസ്. പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ, അവർ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. പാർഡൺ ചെയ്യുമല്ലോ സെർട്ടൻ. ഇപ്പം ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികൾ കുറ്റവാളികളെ പാർഡൺ ചെയ്യും. പാർഡൺ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവരെ ആ കുറ്റ ചെയ്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ബ്ലെയിമിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ് ആക്ച്വലി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അർത്ഥം വരുന്ന ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡാണ് അബ്സോൾവ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പ്രൊനൗൺസ് ഫ്രീ ഫ്രം ബ്ലെയിം ഓർ ഓബ്ലിഗേഷൻ. അത് ഇവിടെ ഓഫ്റ്റൺ ഫോളോഡ് ബൈ ഫ്രം ഓഫ് എന്ന് പറഞ്ഞാൽ അബ്സോൾവ് കഴിഞ്ഞ് എപ്പോഴും ഫ്രം അല്ലെങ്കിൽ ഓഫ് യൂസ് ചെയ്തായിരിക്കും നമ്മളെ സെൻറ്റൻസ് മേക്കിങ്ങിൽ എപ്പോഴും അത് ഉപയോഗിക്കുന്നത്. അബ്സോൾവ് ഫ്രം അല്ലെങ്കിൽ അബ്സോൾവ് ഓഫ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്സോൾവ് ഹെർ സിൻസ് അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് ദ ബിഷപ്പ് ടു അബ്സോൾവ് ഹെർ ഫ്രം സിൻസ്. ദ പാർഡൺ അബ്സോൾവ് ദം ഓഫ് ദ ക്രൈംസ്. അബ്സോൾവ് ഓഫ്, അബ്സോൾവ് ഫ്രം. ഫ്രം അല്ലെങ്കിൽ ഓഫ് യൂസ് ചെയ്താണ് എപ്പോഴും അബ്സോൾവ് ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് അബ്സ്റ്റെയിൻ എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക്. അത് നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വർജിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പം അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഹാബിറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ നൽകുന്ന ഒരു പ്രക്രിയയാണ് അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ്റ്റൺ ഫോളോഡ് ബൈ ഫ്രം ആണ്. എന്ന് പറഞ്ഞാൽ ഫോളോഡ് ബൈ ഫ്രം എന്ന് പറഞ്ഞാൽ അബ്സ്റ്റെയിൻ ആ വാക്ക് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ്. ഫ്രം, ഓഫ് അല്ലെങ്കിൽ ഓണ്, എബൌട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ
അർത്ഥം റിഫ്രൈൻ ഫ്രം ഇൻഡൽജിങ് അല്ലെങ്കിൽ ഡിക്ലൈൻ ടു വോട്ട്. അർത്ഥങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇൻഡൽജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളിപ്പം ഈ ഉചിതമല്ലാത്ത ഏതെങ്കിലും ഇപ്പം ആഹാര കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുടിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പം ഇൻഡൽജിങ് ഇൻ പ്ലഷേഴ്സ്. പിന്നെ പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആഹ്ലാദത്തിൽ അല്ലെങ്കിൽ സന്തോഷം തരുന്ന പ്രക്രിയകളിൽ, ആഹ്ലാദം തരുന്ന പ്രക്രിയകളിൽ അല്ലെങ്കിൽ കൂടുതൽ സുഖം തരുന്ന പ്രക്രിയകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന, അതിപ്പോൾ നമ്മൾ ഈറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡ്രിങ്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും പൊതുവെ അത് ബാഡ് ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഡൽജ് എന്ന് പറയുന്നത്. ഇൻഡൽജ് നമുക്ക് ഏർപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നുണ്ട്. ഇൻഡൽജിൻ ഇവിടെ ഈ റിഫ്രൈൻ ഫ്രം ഇൻഡൽജിങ് ഇൻ ആൽക്കഹോളിക് അല്ലെങ്കിൽ സ്മോക്കിംഗ് ബിഹേവിയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ തടുക്കുക, തടയുക എന്നൊക്കെയുള്ളതാണ്. പിന്നുള്ള ഡിക്ലൈൻഡ് വോട്ട് എന്നുള്ളതാണ്. വോട്ട് എന്ന് നമുക്കറിയാം, ഇലക്ഷൻ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് അബ്സ്റ്റെയിൻ ചെയ്യാന്ന് പറയാം. അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓപ്പോസിഷൻ പാർട്ടീസ് പാർലമെന്റിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലോ ഒക്കെ വോട്ട് ചെയ്യാതെ മാറിയിരിക്കുമ്പോൾ അബ്സ്റ്റെയിൻ, ദ ഓപ്പോസിഷൻ പാർട്ടി അബ്സ്റ്റെയിൻഡ് ഫ്രം വോട്ടിംഗ്. അപ്പം അതിന്റെ മറ്റ് ഫോംസ് ഇവിടെ പറഞ്ഞിട്ടില്ല. അബ്സ്റ്റെയിൻഡ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഇ.ഡി. പാസ്റ്റ് ടെൻസ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടും ഒക്കെ. അബ്സ്റ്റെയിൻഡ്, സെന്റൻസ് ഹി അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ്. അപ്പം സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തി സ്മോക്കിംഗ് നിർത്തി, അതിൽ നിന്ന് അത് വർജിച്ചു അല്ലെങ്കിൽ അത് നിർത്തി എന്നൊക്കെ, ആ ഹാബിറ്റ് നിർത്തി എന്നൊക്കെയുള്ള ഒരു അർത്ഥം എന്നാണ് അബ്സ്റ്റെയിൻ. ഈ അബ്സ്റ്റെയിൻ ഫ്രം, അബ്സ്റ്റെയിൻ കഴിഞ്ഞ് ഫ്രം ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അബ്സ്റ്റെയിൻ ഫ്രം. ദ ഡോക്ടർ അഡ്വൈസ് ഹിം ടു അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ്. ഡോക്ടർ അവനെ ഉപദേശിച്ചു ഇനിയും സ്മോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പുകവലിക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ സ്മോക്കിംഗ് വർജിക്കണം, പുകവലി ഉപേക്ഷിക്കണം. ഡോക്ടർ അഡ്വൈസ് ഹിം ടു അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ്. അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ് എന്നുള്ളതാണ്. സ്മോക്കിംഗ് ഈസ് ടു ബി സ്റ്റോപ്ഡ്. സ്മോക്കിംഗ് നിർത്തലാക്കണം, അല്ലെങ്കിൽ പുകവലി നിർത്തണം, ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ. While 9 out of 10 voted, 1 abstained. 10ൽ 9 പേര് വോട്ട് ചെയ്തപ്പോൾ ഒരാൾ അതിൽ നിന്ന് പിന്മാറി, വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നു എന്നുള്ള അർത്ഥം എന്താണ്. അല്ലെങ്കിൽ when the whole members of the ruling party voted, the entire opposition parties abstained from voting എന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. അവിടെ വർജിക്കുക എന്നുള്ള അർത്ഥമല്ല, മാറി നിൽക്കുക, ഡിക്ലൈൻ ചെയ്യുക, വോട്ട് ചെയ്യുന്നതിൽ ഡിക്ലൈൻ ചെയ്യുക, നിരസിക്കുക, വോട്ട് ചെയ്യുന്നത് നിരസിക്കുക എന്നൊക്കെയുള്ള. വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, ബട്ട് ഡിക്ലൈൻ ടു വോട്ട്, ആ റൈറ്റ് എക്സസൈസ് ചെയ്തില്ല, ദാറ്റ് ഈസ് ഡിക്ലൈൻ ടു എക്സസൈസ് ദറ്റ് വോട്ട് എന്നൊക്കെയുള്ളതാണ്. വോട്ട് എക്സസൈസ് ചെയ്യാന്ന് പറയും നമ്മൾ സാധാരണ. കാസ്റ്റ്, CAST, കാസ്റ്റ് വോട്ട് അല്ലെ എക്സസൈസ് വോട്ട്. അപ്പൊ അതിൽ നിന്ന് ഡിക്ലൈൻ ചെയ്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നിരസിക്കുക എന്നൊക്കെ ഉള്ളത് അബ്സ്റ്റെയിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എക്സിസ്റ്റിംഗ് ഇൻ തിയറി ഓർ തോട്ട്, എന്നുവെച്ചാൽ യാഥാർത്ഥ്യമല്ലാത്തത് എന്നുള്ളതാണ്. സത്യമല്ലാത്തത്, യാഥാർത്ഥ്യമല്ലാത്തത്, സങ്കല്പത്തിൽ മാത്രം അല്ലെങ്കിൽ തിയറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, തിയറിയിൽ മാത്രമുള്ള അല്ലെങ്കിൽ സങ്കല്പത്തിൽ മാത്രമുള്ള, റാദർ ദാൻ മാറ്റർ ഓർ പ്രാക്ടീസ്, പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ മാറ്റർ, റാദർ ദാൻ മാറ്റർ ഓർ പ്രാക്ടീസ്. മാറ്റർ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഉള്ള യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത, പ്രായോഗിക തലത്തിലില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥം ഏതാണ് അബ്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും കണ്ടീഷൻ, ക്വാളിറ്റി ഒക്കെ നമുക്ക് അബ്സ്ട്രാക്ട് എന്ന് പറയാൻ പറ്റും. നോട്ട് കോൺക്രീറ്റ് എവിഡൻസ് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ എപ്പോഴും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കോൺക്രീറ്റ് എവിഡൻസ് കോൺക്രീറ്റ് ആയിരിക്കണം, അത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കരുത്. എന്നുവെച്ചാൽ നമുക്കത് ടാഞ്ചിബിൾ ആയിരിക്കണം, കാണാനും അല്ലെങ്കിൽ ടച്ച് ചെയ്യാനൊക്കെ കഴിയുന്നതായിരിക്കണം, നമുക്കത് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഇൻ തിയറി ഓർ തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്ത അല്ലെങ്കിൽ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ തിയറിയിൽ മാത്രമുള്ള, പ്രാക്ടിക്കൽ അല്ലാത്ത, പ്രാക്ടീസിലില്ലാത്ത
എന്നൊക്കെയുള്ള അർത്ഥം ഏതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇതിന് വേറെ മറ്റു ചില അർത്ഥങ്ങളുണ്ട്, അതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ. അപ്പൊ ഇതൊരു സെന്റൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ലവ് ഓഫ് ബ്യൂട്ടി ഈസ് എൻ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്, അല്ലേ? ലവ് അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ പ്രേമം അതൊരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണ്. ബ്യൂട്ടി അഥവാ സൗന്ദര്യം, ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അതൊക്കെ അബ്സ്ട്രാക്റ്റ് ആണ്. അതൊന്നും ഒരു മാറ്റർ അല്ല, ഭൗതികമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഇല്ലാത്തതാണ്, ഷേപ്പ് ഇല്ലാത്തതാണ്. അവർ അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ തിയറട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടല്ലാത്ത പിന്നെ റിയാലിസ്റ്റിക് അല്ലാത്ത അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വേർഡ്സ് ആണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. ഒന്ന് അബ്സോൾവ് എന്ന് പറയും, അത് സെറ്റ് ഓഫ് പ്രൊനൗൺസ് ഫ്രീ ഫ്രം ബ്ലെയിം ഓർ ഓബ്ലിഗേഷൻ, ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിബദ്ധതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത അവസ്ഥയിൽ നിന്ന് സെറ്റ് ഫ്രീ, അതിനെ മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ്. അത് നമുക്ക് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റുള്ളവരാൾ അത് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ അബ്സോൾവ് എന്ന് പറയുന്നത്. The police officer absolved him of all his crimes എന്നാണ് പറയാം. The police officer set him free from the crimes. അപ്പം അത് ഫ്രം അല്ലെങ്കിൽ ഓഫ് ഉപയോഗിച്ചാണ് എപ്പോഴും നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത്. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർജിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ ഡിക്ലൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത്, നിരസിക്കുക, വോട്ട് ചെയ്യാൻ നിരസിക്കുക എന്നൊക്കെ ഉള്ളത്. നമ്മൾ ജനറൽ ഇലക്ഷൻസ് ഒക്കെ വരുമ്പോൾ സം പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ടു വോട്ട്, they decline to vote, so we can say that he or she has abstained from voting, or he or she has abstained from exercising his voting right. വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കുന്നതിൽ നിരസിച്ചു അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നു എന്നുള്ള അർത്ഥം വരുന്നതാണ്. പിന്നെ റിഫ്രൈൻ ഫ്രം ഇൻഡൽജിങ്, ഏതെങ്കിലും ഒരു അനുകൂലമല്ലാത്ത ഏതെങ്കിലും ഒരു ഹാബിറ്റിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അതിനെ വർജിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ്. പുകവലി വർജിച്ചു അല്ലെങ്കിൽ പുകവലി നിർത്തലാക്കി. ഈ അബ്സ്റ്റെയിൻ ഫ്രം, ഈ സ്റ്റോപ്പ് എന്ന് നമുക്ക് പറയാം. he stopped from പറയത്തില്ല, he stopped smoking. The doctor advised him to stop smoking. അല്ലെങ്കിൽ the doctor advised him to abstain from smoking എന്ന് പറയാം. പുകവലി വർജിക്കുവാൻ ഡോക്ടർ അവനെ ഉപദേശിച്ചു അല്ലെങ്കിൽ അവനോട് പറഞ്ഞു എന്നുള്ളതാണ് അബ്സ്റ്റെയിൻ ഫ്രം എന്നാണ്. പിന്നെ while 9 out of 10 voted, 1 abstained. So that is in relation to voting. Decline to vote എന്നുള്ള അർത്ഥം വരുന്നത്. പിന്നെ അവസാനത്താണ് അബ്സ്ട്രാക്ട്, അത് തിയറട്ടിക്കലായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത, പ്രാക്ടീസിലില്ലാത്ത, നമ്മുടെ ഇമാജിനേഷൻ മാത്രമുള്ള കാര്യങ്ങൾ ആണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സെന്റൻസ് ആണ് ലവ് ഓർ ബ്യൂട്ടി ഈസ് എൻ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. അപ്പോൾ ഈ 3 വാക്കുകൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അടുത്ത 3 വൊക്കാബുലറീസ് അല്ലെങ്കിൽ വാക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.